നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 5 ആയിട്ടോ. ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. കുറേ ദിവസമായിട്ട് വീട് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ പൊടിയൊക്കെ പിടിച്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഒന്നും കുക്ക് ചെയ്തില്ല. ഇന്നലെ ലുലുന്ന് അവൾക്ക് മാക്രോണി പാസ്തയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേദയ്ക്ക് ഞാനത് കണക്കാക്കി തന്നെ വാങ്ങിച്ചത്. അതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. രാവിലെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കി സക്സസ് ആയി. പഠിച്ചു കേട്ടോ. ചപ്പാത്തി മേക്കറിൽ നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി. അത് ഈസി സംഭവമാണ് കേട്ടോ ചപ്പാത്തി മേക്കർ. ഞാനത് ഫ്ലോപ്പായെന്ന് കരുതി, പക്ഷെ കൊള്ളാം. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പോൾ ചപ്പാത്തിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കം 3 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഒരു വീഡിയോ കൈ തട്ടി ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ മാനസിക വിഷമത്തിൽ എൻ്റെ ഉണ്ടായിരുന്ന വീഡിയോ, പക്ഷെ അത് ക്ലാരിറ്റി കുറവ്. ക്ലാരിറ്റി ഉള്ള വീഡിയോ ഡിലീറ്റ് ആയി. അങ്ങനെ ആ മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. 3 മണിയായപ്പോൾ എഴുന്നേറ്റു. വസ്ത്രയുടെ ഓർഡർ വസ്ത്രം ഇനിയിപ്പോൾ 12-ാം തീയതി കുഞ്ഞിൻ്റെ നൂല് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വസ്ത്രം ഒന്ന് ഒതുക്കണം. അതിന് വേണ്ടി ഇന്ന് രാവിലെ വസ്ത്രയുടെ വീഡിയോ ഒക്കെ ഇട്ടു. അതിൻ്റെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ ഞാൻ ടയേർഡായി ആകെ കറങ്ങി ഇരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പോലും സത്യം പറഞ്ഞാൽ വയ്യ. പിന്നെ എന്നും വീഡിയോ ഇടുകയില്ല. അപ്പം ഇന്നിപ്പം മടിക്കണ്ടെന്ന് കരുതി എടുത്തുവെന്നേ ഉള്ളൂ. വേദ അവിടെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ്. വേദയും തേനും ഫ്രണ്ട്സ് എല്ലാം കൂടി മോറിട്ടിന് കളിക്കാം. ഇന്നലെ വാങ്ങിച്ച നെല്ലിക്ക മാങ്ങ തീർത്ത് ഞാൻ വേദന കൂടി. എന്നിട്ട് ഞാനും വേദയും കൂടി അങ്കിളുടെ കടയിൽ വന്നു. ഞാൻ വന്നത് നമ്മുടെ ബദാം മിക്സ് വാങ്ങിക്കാനായിട്ടോ കേട്ടോ. ചായയിൽ ബദാം മിക്സ് ഇട്ട് കുടിക്കാൻ, ബദാം ടീ കുടിക്കാനായിട്ട് വന്നതാണ്. ക്ഷീണം കൂടുതൽ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ നേരി ബദാം ബദാം ടീ ആയിട്ട് കുടിക്കാൻ നേരി അങ്ങനെയാണ് വന്നത്. ആ തക്കം നോക്കി വേദയും കൂടി എൻ്റെ കൂടെ ചാടി കയറി കേട്ടോ. വന്ന പാടെ തന്നെ സിപ്പപ്പ് എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. എന്ത് കണ്ടാലും ഹാ ഹൂ ഹി. അതിൻ്റെയൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ കിൻഡർ ജോയ് മഞ്ഞ കളറിൽ ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞ കളറിൽ കിൻഡർ ജോയ് കൂടിയേ തീരുള്ളൂ. ആരോടും ഇപ്പോൾ ചോദിപ്പം പറയലൊന്നുമില്ല കേട്ടോ. തനിയെ ഇങ്ങനെ എടുത്തോണ്ട് വരും. വേണമെങ്കിലല്ല നമ്മളങ്ങ് വാങ്ങിച്ച് കൊടുത്തേക്കണം. അതാണ് വേദയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ മഞ്ഞ കിൻഡർ ജോയിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആൾക്കാർ പിള്ളേരെ പറ്റിക്കാനായിട്ട്. മഞ്ഞ കിൻഡർ ജോയ്, പച്ച കിൻഡർ ജോയ്, പച്ച ഇരിക്കുന്നു എന്ന്, പച്ച ഇവിടെ എടുക്കട്ടാന്ന് ചോദിച്ചാൽ അവർ മിണ്ടാതിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബദാം പൗഡറും സിപ്പപ്പും കിൻഡർ ജോയും പഴവും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോയേ. ബദാം പൗഡർ ആച്ചിയുടെ കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. ഞാനതേ വാങ്ങത്തുള്ളൂ. അതിനാണ് ടേസ്റ്റ്. കടകളിൽ കിട്ടുന്ന ബദാം ടീയുടെ ഇതും സാഷേ പാക്കറ്റും ഈ ആച്ചി തന്നെയാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് വേദ വഴിയിൽ ഡ്രോപ്പ് ചെയ്ത് പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ട് നിന്നവളാണ് ചാടിക്കയറി വന്നത്. ഭയങ്കര ക്ഷീണം. ഉറക്കത്തിൻ്റെ ആവാ നെല്ലിക്ക. ഒന്നുണ്ട് അങ്ങനെ എന്തി എടുത്തോ. എന്തിനാ കേട് പുഴുവന്നെ എന്തോ ഇല്ലേ. അതെടുത്ത് പുഴുവെന്ന് തോന്നുന്നു. എന്ത് തിന്നു? പുഴുവൊന്നുമില്ല, കേട്. ചായ ഇട്ട് കുടിക്കാം. എന്തിനു കത്തി എടുത്തോണ്ട് പോയത്? കയ്യെ പിടിച്ച് മുറിച്ച് പോയേ നീ. മാങ്ങ ചെത്താണ്. ചായ ഇട്ട് കുടിക്കാം. നല്ല കടുപ്പത്തിന് ബദാം ടീ. നല്ല വാങ്ങിച്ച പോത്തൊക്കെ ഇരിപ്പുണ്ട്. രാത്രി അത് പോത്തിൽ ഒരുപാട് ഇരിക്കും. ടീ പൗഡർ നല്ല കടുപ്പത്തിന്. സത്യം ചായ കുടിച്ചാൽ ക്ഷീണം മാറും. കുടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ ക്ഷീണം എന്നെ അനുവദിക്കുന്നില്ല. നീ കുടി ശ്രീക്കുട്ടി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ കുടിക്കാൻ നേരി. ഇത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ഏലക്ക, ചുക്ക്, പെരിഞ്ചീരകം മസാല ചായക്ക് വേണ്ടിയിട്ടുള്ള മസാല. ഷുഗറുടെ ഇപ്പം മറ്റേ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറും ഇല്ല, ഒന്നുമില്ല. ഓ പുറും ഷുഗർ വേണ്ട.
ബദാം മിൽക്ക് ഇടുമ്പോൾ ഷുഗർ വേണ്ട, അതിൽ ഓൾറെഡി സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കുളം ആയാനെങ്കിൽ മധുരം കാരണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ചായ ഇട്ട് തണുത്ത് പഴങ്കഞ്ഞി വെള്ളം പോലെയായി, പാടയൊക്കെ ചൂടി. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ മിനി ആൻറ്റി വന്നു. പിന്നെ ആൻറ്റിയോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇവിടുത്തെ എൻ്റെ ഫ്രണ്ടാട്ടോ മിനി ആൻറ്റി, ബെസ്റ്റ് ഫ്രണ്ടാണ് മിനി ആൻറ്റി. ആൻറ്റി വന്നാൽ പിന്നെ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരിക്കും. സത്യം ആൻറ്റി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സമയം പോണത്. അല്ലാതെ വീഡിയോ എഡിറ്റിങ് അങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും നമുക്ക് ഒരാൾ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പം ഒരു പ്രത്യേക സുഖമല്ലേ. ബദാം മിൽക്കിൻ്റെ പൗഡർ എടുക്കുന്നു, ഇതിലേക്ക് തട്ടുന്നു. ഷുഗർ ഇട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചില ബദാം മിൽക്കിൽ ഇങ്ങനെ ഫുൾ പൗഡറായിരിക്കും. ഇത് ചെറിയ ബദാമിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ വന്ന് വീട്ടിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തിട്ട് പോയിട്ടോ. അതെല്ലാം അയച്ചിട്ട് ഇത് എനിക്കാണ്. പിന്നെ കുറച്ച് സാരികളൊക്കെ നമുക്ക് വസ്ത്രയിലുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ടൊന്നും എടുക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് പുതിയ കളക്ഷൻസ് എടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ അവിടെ എവിടെയും കൂടെ ഓടി 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 എൻ്റെ പണി വാളും. അതുകൊണ്ട് നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി. ചായ കുടിക്കാനുള്ള ആവേശം സത്യം പറഞ്ഞാൽ പോയി. അപ്പോഴൊരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉന്മേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആൻറ്റി വന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പം ചായ കുടിക്കാനുള്ള ഒരിതും പോയി, ഉന്മേഷവും വന്ന്. നമുക്കേ സ്കൂട്ടർ കഴുകാമേ. എപ്പോഴും കാറൊക്കെ അല്ലേ കഴുകുന്നത്, സ്കൂട്ടർ അങ്ങനെ കഴുകാറില്ലല്ലോ. സ്കൂട്ടർ ഹോസ്പിറ്റലിൽ ചീമ കിടന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ച് ആകെ വൃത്തികേടായിരിക്കും കേട്ടോ. അതിൻ്റെ സ്ക്രീൻ പോലും ഒരു വകയും കണ്ടുകൂടാ, അങ്ങനെ ഇരിക്കണം. മാത്രമല്ല ഇന്നലെ നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോ പിശറ് തെറിച്ചിട്ടാണെന്ന് തോന്നുന്നു, ചെളിയും മണ്ണുമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഒന്ന് കഴുകിയേക്കാന്ന് കരുതി. അതിനൊന്ന് വല്ലപ്പോഴ വെള്ളം കാണിക്കണ്ടേ. ആക്ച്വലി സർവീസിനുള്ള ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഏട്ടനുണ്ടെങ്കിൽ കറക്റ്റ് പക്ക സർവീസ് എല്ലാം ചെയ്ത് സെറ്റാക്കി വയ്ക്കും. ഏട്ടനില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം എൻ്റെ തലയിലാണ്. ഞാൻ പിന്നെ സർവീസ് ചെയ്യാനൊന്നും കൊണ്ടുപോയില്ല കേട്ടോ, അപ്പം ഞാൻ തന്നെ കഴുകാമെന്ന് കരുതി. എത്ര ക്ഷീണമെന്ന് പറഞ്ഞാലും നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇത് താഴെ പോകും. ഇവിടെ ഇതൊന്നും കണ്ടുകൂടും, അതുകൊണ്ടാണ് ഞാൻ തീരെയും കഴുകാമെന്ന് കരുതിയത്. സമയമൊക്കെ എത്രയെന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പാടില്ല. മഴ പെയ്യണ്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തുറന്നാമോ? ആ തുറന്നോ. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ വന്ന് മഴ ഇന്നലെ ഇവിടെ മഴ പെയ്തു. പിന്നെ കുട്ടി രാക്ഷസികൾ. ഒരു ഹായ് പറഞ്ഞിട്ട് പോമോ ക്യാമറയിൽ? ഹായ്, അതമ്മു. തേനൊരു ഹായ് പറഞ്ഞിട്ട് പോ. തേനു അത് കാണൂല. ഇങ്ങോട്ട് ഇറങ്ങ്, താഴോട്ടിറങ്ങ്. ഹായ്, അത് തേനു. പിന്നെ റോക്ക് സ്റ്റാർ വേദ മനോജ്. ഓ, അല്ലെങ്കിൽ വിളിച്ചാൽ വരൂല. ഇന്ന് പിള്ളേരെ കണ്ടപ്പോൾ എന്തൊന്നാ ഇതാവാക്കം. നാളെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കേട്ടോ, ഇങ്ങോട്ട് കാണീരേ. അപ്പം ഞാൻ കരുതി ഒരു കോട്ട് സെറ്റ് കൊടുക്കാമെന്ന്. പക്ഷെ അമ്മയുടെ സൈസ് XXL ആണ്. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ XL ഉള്ളൂ, XXL ഇല്ല. നമുക്ക് ഏറ്റവും പെട്ടെന്ന് പോകുന്നത് XXL ഒക്കെയാണ്. ലാർജ് മീഡിയം ഒന്നും ഒരിക്കലും പോവില്ല. അപ്പോൾ XXL ആദ്യമേ പോയി. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് കോട്ട് സെറ്റാട്ടോ, പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഇതിന് XXL ഇല്ല, XL മാത്രമേ ഉള്ളൂ. XXL നമ്മളിൽ 2 പീസ് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് സൈസ് ആവാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ സാരി കൊണ്ട് കൊടുക്കണം. ഓ, ഇതും അമ്മയ്ക്ക് സൈസ് ആവില്ല. നീ എന്തോന്ന് കാണിക്കണത്? വേറെ നെല്ലിക്ക വേണ്ടേ? ഇന്നലെ വാങ്ങിയ ബീഫ് ഏകദേശം ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകും. അത്ര പോരാ കേട്ടോ ഇതിന് വാങ്ങിയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ ഫ്രഷായിട്ട് വാങ്ങുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ, ഫ്രീസറിലിരുന്ന് വാങ്ങുന്നതിൻ്റെ ടേസ്റ്റ് വേറെ. എനിക്ക് റോസ്റ്റ് ഒന്നും ഇല്ലേ, ഞാൻ കറിയും വെച്ച് തിന്നണം. നാളെ തരാം. നാളെ പുട്ടും ബീഫ് റോസ്റ്റും.
മുഖം പോണതൊക്കെ. പിന്നെ നിനക്ക് എന്താണ് പൊറോട്ടയും ബീഫ് റോസ്റ്റും? ചപ്പാത്തി, എൻ്റെ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കിയ സോഫ്റ്റ് ചപ്പാത്തി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ കഴിയാണ്. ഞാൻ 8 മണിയായി. ഇനി പോയി കിടന്ന് സുഖമായിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയില്ല, ഉറക്കത്തിന്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വേദക്കുട്ടി ഇപ്പൊ പോകും. വേദക്ക് 11, 12 മണി സ്കൂൾ അടച്ചില്ല. ഇനി ഇരുന്ന് നീ കാരണം എനിക്ക് പോലും ഉറങ്ങാൻ പറ്റില്ല. എന്നിട്ട് അവള് കിടന്ന് രാവിലെ 12 മണി വരെ ഉറങ്ങും. ഞാൻ രാവിലെ എഴുന്നേക്കാൻ വേണം. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.